നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ഗഗൻയാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില കാര്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതിന് നമ്മൾക്ക് ആധാരമായിട്ടുള്ളത് ദി ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനമാണ്. കൂടെ ലേണേഴ്സ് IAS നൽകിയ ചില പഠനക്കുറിപ്പുകളുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നതിനോടൊപ്പം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം, അല്ലേ? തീർച്ചയായും. UPSC പരീക്ഷയുടെ കാര്യമെടുത്താൽ ഇത് പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തും മെയിൻസിന് GS പേപ്പർ 3-ൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതെ, ബഹിരാകാശ സാങ്കേതികവിദ്യ, ISRO, ഗഗൻയാൻ ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഏറ്റവും പുതിയ വാർത്ത? ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ നമ്മുടെ യാത്രികൻ ശുഭാൻശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ, അതായത് ISS-ൽ ഒരു 2 ആഴ്ചത്തെ ദൗത്യം ഈയിടെ വിജയകരമായി പൂർത്തിയാക്കിയെന്നാണത്. അത് വലിയൊരു വാർത്തയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് 2027-ൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യമില്ലേ, ഗഗൻയാൻ, അതിനായുള്ളൊരു തീവ്ര പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു. അതെ, ഒരു മുന്നൊരുക്കം. ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം, ISRO ഈ പരിശീലന ദൗത്യം നടത്തിയത് ഒറ്റയ്ക്കല്ല. ആക്സിയം സ്പേസ് എന്നൊരു അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയുമായി സഹകരിച്ചാണ്. ഏകദേശം ഒരു 500 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിന് ചെലവ് വന്നു എന്നും പറയുന്നു. എന്താണ് ഈ സഹകരണത്തിന്റെ പ്രാധാന്യം? ഇതൊരു വളരെ തന്ത്രപരമായ നീക്കമാണ്. കാരണം ഈ നാസ ആക്സിയം ISRO സഹകരണം ഗഗൻയാന്റെ മുന്നൊരുക്കങ്ങൾക്ക് വലിയൊരു ഊർജം കൊടുക്കും. ഈ പരിശീലനത്തിലൂടെ ശുഭാൻശു ശുക്ലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ബാക്കപ്പ് ക്രൂവായി പോയ പ്രശാന്ത് നായർക്കും ബഹിരാകാശ പേടകത്തിലെ സിസ്റ്റംസ്, പിന്നെ അടിയന്തര സാഹചര്യങ്ങൾ വന്നാൽ എന്തു ചെയ്യണം, ശാസ്ത്രീയ ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, ഏറ്റവും പ്രധാനം ആ മൈക്രോഗ്രാവിറ്റി, ഭാരമില്ലായ്മ, അതുമായി എങ്ങനെ പൊരുത്തപ്പെടാം എന്നതിലൊക്കെ നല്ല നേരിട്ടുള്ള പരിശീലനം കിട്ടി. ശരിയാണ്. ISRO ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഇതേ നിലവാരത്തിൽ ഒരു പരിശീലനം ഇപ്പോൾ ഒരുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇത് സാധ്യമായി എന്നത്. ഓഹോ, അപ്പോൾ സാമ്പത്തികമായും ലാഭകരമായിരുന്നു. അതെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലൊരു സ്ഥലത്ത് വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ളൊരു സംവിധാനത്തിൽ പരിശീലനം നേടുന്നത് അത് ചെറിയ കാര്യമല്ല. ശരിയാണ്. എന്നാൽ ഈ ഹിന്ദു ലേഖനത്തിൽ ചെറിയൊരു വിമർശനവും പറയുന്നുണ്ട്. അതായത് ISRO ഈ ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചും യാത്രികരെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി വിവരങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കണമെന്ന്. ഇത് രാജ്യത്തിന്റെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ലേഖനം പറയുന്നു. എന്താണ് ഈ സോഫ്റ്റ് പവർ? സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് അവരുടെ സൈനിക ശക്തിയോ സാമ്പത്തിക ശക്തിയോ ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ സംസ്കാരം, ആശയങ്ങൾ, നയതന്ത്രം ഇതുപോലുള്ള ആകർഷണീയമായ കാര്യങ്ങൾ കൊണ്ട് മറ്റ് രാജ്യങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവാണ്. ഓക്കെ. അപ്പോൾ ഗഗൻയാൻ പോലുള്ള വലിയ നേട്ടങ്ങൾ, നമ്മുടെ ബഹിരാകാശ യാത്രികർ, ഇവരൊക്കെ ഇന്ത്യയുടെ ഈ സോഫ്റ്റ് പവറിന് വലിയ മുതൽക്കൂട്ടാവും. അവർക്ക് കൂടുതൽ ജനശ്രദ്ധ കിട്ടുന്നത് അതിന് നല്ലതാണ്. ശരി. അപ്പോ ഇനി പ്രിലിംസ് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങളൊന്ന് നോക്കിയാലോ? നോക്കാം. ഗഗൻയാൻ ദൗത്യം, ഇത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യം. ലക്ഷ്യം 3 പേരെ ഭൂമിയോടടുത്തുള്ള ഭ്രമണപഥത്തിൽ, അതായത് ലോ എർത്ത് ഓർബിറ്റിൽ എത്തിച്ച് സുരക്ഷിതമായി തിരിച്ചിറക്കുക. ഓക്കെ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു വലിയ ഗവേഷണശാല. നാസ, റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ, കാനഡയൊക്കെ ചേർന്നുള്ള ഒരു സംരംഭം. റൈറ്റ്. ആക്സിയം സ്പേസ്, സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുന്ന അമേരിക്കൻ കമ്പനി. മൈക്രോഗ്രാവിറ്റി, ബഹിരാകാശത്തെ ആ ഭാരമില്ലായ്മയ്ക്ക് തുല്യമായ അവസ്ഥ. പിന്നെ സോഫ്റ്റ് പവർ, ഈ സാംസ്കാരിക ആകർഷണം വഴി സ്വാധീനം നേടാനുള്ള കഴിവ്. ഇതൊക്കെ ഓർത്തുവയ്ക്കണം. അതെ. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ ആംഗിളിൽ ഈ വിഷയത്തെ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ISROയുടെ സാധാരണ രീതിയിൽ നിന്നൊരു മാറ്റം കാണിക്കുന്നുണ്ടല്ലേ? സ്വാശ്രയത്വം എന്നതിൽ നിന്നൊരു സഹകരണത്തിലേക്ക്. തീർച്ചയായും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശകലന പോയിന്റ്. ISROയുടെ അടിസ്ഥാന തത്വം എപ്പോഴും ആത്മനിർഭരത അഥവാ സ്വാശ്രയത്വമായിരുന്നു. സ്വന്തമായി സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എന്നതായിരുന്നു ഊന്നൽ.
എന്നാൽ ഗഗൻയാൻ പോലെയുള്ള വളരെ സങ്കീർണവും ഭാരിച്ച ചിലവുള്ളതുമായ ഒരു ദൗത്യം വരുമ്പോൾ അന്താരാഷ്ട്ര സഹകരണവും ഇപ്പോൾ സ്വകാര്യ പങ്കാളിത്തവും വളരെ തന്ത്രപരമായി ഉപയോഗിക്കാൻ ISRO തയ്യാറാകുന്നു. അതാണ് ഈ ദൗത്യം കാണിച്ചു തരുന്നത്. ഓക്കെ. മനുഷ്യനെ ബഹിരാകാശത്തയക്കുന്നതിൽ നമുക്ക് മുൻപരിചയം കുറവാണല്ലോ. അപ്പോൾ ദൗത്യം വേഗത്തിലാക്കാനും ചിലവൊരു പരിധിവരെ കുറയ്ക്കാനും പിന്നെ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ അനുഭവപരിചയം നേടാനും ഈ സഹകരണം സഹായിക്കും. ഇപ്പോൾ ഈ ബഹിരാകാശ രംഗത്ത് സ്വകാര്യ കമ്പനികൾ കൂടുതലായി വരുന്നൊരു കാലഘട്ടമാണല്ലോ, സ്പേസ് 2.0 എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഈയൊരു മാറ്റം സ്വാഭാവികമാണ്. അപ്പോ ഇതിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ നല്ല പരിശീലനം, ISS പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത്, ദൗത്യം വേഗത്തിലാക്കാൻ സാധ്യത, റിസ്ക് കുറയ്ക്കാൻ സഹായം, നയതന്ത്രപരമായ നേട്ടങ്ങൾ, അങ്ങനെ പലതുമുണ്ട് അല്ലേ? അതെ, ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ? എന്തെങ്കിലും വെല്ലുവിളികൾ? നല്ല ചോദ്യം. എപ്പോഴും ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടാവുമല്ലോ. ഒന്ന്, നമ്മൾ ഈ വിദേശ പങ്കാളികളെ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവ്, ആ സ്വാശ്രയത്വം അതിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം. ശരിയാണ്. രണ്ട്, ടെക്നോളജി ട്രാൻസ്ഫർ, സാങ്കേതികവിദ്യ കൈമാറ്റത്തിൽ ചിലപ്പോൾ പരിമിതികളുണ്ടാവാം. ഈ ITAR പോലുള്ള അമേരിക്കൻ കയറ്റുമതി നിയമങ്ങൾ കാരണം ചില നിർണായക സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മൊത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിൽ ഇതൊരു നല്ല തുടക്കമാണോ? അതോ ആശങ്കപ്പെടേണ്ടതുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഗഗൻയാൻ പോലുള്ള ഒരു വലിയ സങ്കീർണമായ ദൗത്യത്തിന്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ചും മനുഷ്യന്റെ ജീവൻ ഉൾപ്പെടുന്നതുകൊണ്ട്, ഈ അന്താരാഷ്ട്ര സഹകരണം ഒരു മികച്ച തന്ത്രം തന്നെയാണ്. അനുഭവപരിചയമുള്ളവരിൽ നിന്ന് പഠിക്കാനും നമ്മുടെ യാത്രികർക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകാനും അപകടസാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കും. ശരി. ISROക്ക് പൊതുജനങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഈ യാത്രികരെ രാജ്യത്തിന് പ്രചോദനമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാം. അതോടൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വന്തമായി പരിശീലന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും കൂടുതൽ സ്വാശ്രയത്വം നേടാനുള്ള ശ്രമങ്ങൾ തുടരണം. അപ്പോ സഹകരണവും സ്വാശ്രയത്വവും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അതെ, അതാണ് ഏറ്റവും പ്രധാനം. എ ജുഡീഷ്യസ് മിക്സ് ഓഫ് കൊളാബറേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. വളരെ ശരിയാണ്. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ വാതിലുകൾ തുറന്നിടുമ്പോഴും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം ഊർജിതമാക്കുക. ഗഗൻയാൻ ദൗത്യം മുന്നോട്ടു പോകുമ്പോൾ ഈ ഒരു സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്തുന്നു എന്നത് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ്. ഇത് നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ച് പുതിയ ചില ചിന്തകൾ നൽകിയെന്ന് കരുതുന്നു. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദ ഹിന്ദു പത്രത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ജമ്മു കശ്മീരിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില പുതിയ വിവരങ്ങളാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ പ്രധാനപ്പെട്ടതാവുന്നു എന്നും നമുക്ക് നോക്കാം. തീർച്ചയായും. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, പിന്നെ ആഭ്യന്തര സുരക്ഷ, ഈ ഭാഗങ്ങളിലൊക്കെ വരും. അതെ. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2, സിവിൽ സർവീസിന്റെ പങ്ക്, പ്രാദേശിക ഭരണം, നിയമനിർമ്മാണ സഭകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ GS പേപ്പർ 3ൽ അതിർത്തി സുരക്ഷാ വെല്ലുവിളികൾ, തീവ്രവാദം, ഇതിലൊക്കെ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ശരിയാണ്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ലേഖനങ്ങളിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ വാക്കുകൾ കാണുന്നുണ്ട്. തീവ്രവാദം ഇല്ലാതാക്കണം, അതിന് ആധുനിക സാങ്കേതിക വിദ്യ, കമ്മ്യൂണിറ്റി പങ്കാളിത്തം, രഹസ്യാന്വേഷണം ഇതൊക്കെ ഉപയോഗിക്കണമെന്ന്. അത് പ്രധാനമാണ്. പക്ഷേ ഇവിടെ ഈ ലേഖനങ്ങൾ അടിവരയിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശിക പോലീസ് JKP ആയിരിക്കണമെന്നതാണ്. JKP. അതെ, കേന്ദ്രസേനകൾക്ക് സഹായിക്കാനേ കഴിയൂ, അവർക്കൊരു പകരമാവാനാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം സ്വാഭാവികമായും പ്രാദേശിക പോലീസിനാണ് അവിടുത്തെ ഭൂപ്രദേശത്തെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ആ ഒരു നാഡിമിടിപ്പ് അറിയുക. ശരിയാണ്. മികച്ച ഹ്യൂമൻ ഇന്റലിജൻസ്, അതായത് ഹ്യൂമൻ അത് കിട്ടാൻ പ്രാദേശിക പോലീസിന്റെ പങ്ക് വളരെ വലുതാണ്. ഈ പഹൽഗാമിലൊക്കെ നടന്ന പോലുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ഈ ഹ്യൂമൻ ശൃംഖലയിലെ ചില വിടവുകൾ മൂലമാണ് ഉണ്ടാവുന്നതെന്നും ഈ ലേഖനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ പോയിന്റാണ്. അപ്പോ ഈ പറഞ്ഞ ഹ്യൂമൻസിലെ വിടവ് നികത്താനും ഈ പ്രാദേശിക പോലീസിനെ ശരിക്കും മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു പരിഹാരം എന്തായിട്ടാണ് പറയുന്നത്? പ്രധാനമായിട്ടും ജനാധിപത്യ പ്രക്രിയയുടെ പുനഃസ്ഥാപനമാണ് ഇതിലൊരു മാർഗമായി കാണുന്നത്.
അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ വരണം, ഓക്കേ. പോലീസിനെ ആ സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരണം, അതുപോലെ താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികൾ, സർപഞ്ചുമാർ, എംഎൽഎമാർ ഇവരെയും ഈ സുരക്ഷാ കാര്യങ്ങളിൽ പങ്കാളികളാക്കണം. വെറും പോലീസ് സൈന്യം എന്നതിലുപരി. അതെ. കാരണം ഒരു നയം എല്ലാവർക്കും അല്ലെങ്കിൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന സമീപനം കശ്മീർ പോലെ സങ്കീർണമായ ഒരിടത്ത് അത്ര ഫലപ്രദമാവില്ല. ശരിയാണ്. പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തണം. ജനപങ്കാളിത്തമുള്ള ഒരു ഭരണത്തിലൂടെ മാത്രമേ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടാനും സുരക്ഷ ശരിയായ രീതിയിൽ മെച്ചപ്പെടുത്താനും കഴിയൂ എന്നാണ് ഇതിലെ പ്രധാന വാദം. കൊള്ളാം. ഇതിപ്പോ നമ്മള് ഹ്യൂമന്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഒന്ന് ചുരുക്കി പറയാമോ? പറയാം. പ്രധാനമായിട്ടും ഒരു 4 കാര്യങ്ങൾ ഓർത്തുവെക്കാം. 1. ഹ്യൂമൻ ഇന്റലിജൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മനുഷ്യ സ്രോതസ്സുകളിൽ നിന്ന്, അതായത് ആളുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന രഹസ്യവിവരങ്ങൾ. ഓക്കേ. 2. ബീറ്റ് പോലീസിംഗ്. ഒരു നിശ്ചിത ഏരിയയിൽ പോലീസുകാർ സ്ഥിരമായി പെട്രോളിംഗ് നടത്തി അവിടുത്തെ ജനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന രീതി. ഇത് ഹ്യൂമൻഡ് കിട്ടാൻ വളരെ പ്രധാനമാണ്. 3. പങ്കാളിത്വ ഭരണം, പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്. ഭരണകാര്യങ്ങളിൽ സാധാരണക്കാരെയും അവരുടെ പ്രതിനിധികളെയും സജീവമായി ഉൾപ്പെടുത്തുന്നത്. ജനപങ്കാളിത്തം. അതെ. 4. നമ്മൾ നേരത്തെ പറഞ്ഞ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ചിനെക്കുറിച്ചുള്ള വിമർശനം. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേയൊരു പരിഹാരം എന്ന രീതി JNKയിൽ ഫലപ്രദമല്ല എന്ന് ഈ ലേഖനം പറയുന്നു. വളരെ വ്യക്തമായി. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിലേക്ക് വരാം. ഈ ലേഖനങ്ങളെ ആ ഒരു തലത്തിൽ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇത് ശരിക്കും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള കശ്മീരിലെ ഭരണമാതൃകയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. അതെ അതെ. അതായത് സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കേന്ദ്രീകൃത സമീപനവും മറ്റൊന്ന് ജനാധിപത്യ പ്രക്രിയകൾ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇവ തമ്മിലുള്ളൊരു വിശകലനമാണ് ഈ ലേഖനങ്ങളിൽ കാണുന്നത്. അപ്പം നിലവിലെ സുരക്ഷാ പ്രഥമ മാതൃകയുടെ ഗുണങ്ങളും പറയുന്നുണ്ടോ? ചെറിയ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേന്ദ്രീകൃതമായ നിയന്ത്രണം കാരണം തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാം, രാഷ്ട്രീയ ഇടപെടലുകൾ കുറവായിരിക്കും എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടാവാം. പക്ഷേ ലേഖനങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് അതിന്റെ ദോഷവശങ്ങൾക്കാണ്. ദോഷവശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ? ഈ ഹമിൻഡിലെ പ്രശ്നങ്ങള്, ജനങ്ങൾ ഭരണത്തിൽ നിന്ന് അകലുന്നു എന്ന തോന്നൽ, പിന്നെ ജനാധിപത്യ തത്വങ്ങൾ ദുർബലപ്പെടുന്നത്, ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ സമീപനത്തിന്റെ പരാജയം, ഇതൊക്കെ. അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഹ്യൂമൻഡിലെ വിടവ്, ജനങ്ങളെ ഭരണത്തിൽ നിന്നും അകറ്റുന്നത്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വരുന്ന ശോഷണം, ഈ കേന്ദ്രീകൃത സമീപനത്തിന്റെ പ്രായോഗികമല്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം മുന്നോട്ടുള്ള വഴി എന്തായിട്ടാണ് ഈ ലേഖനങ്ങൾ പ്രധാനമായും നിർദ്ദേശിക്കുന്നത്? മുന്നോട്ടുള്ള വഴി കേവലമൊരു സൈനികപരമായ പരിഹാരമല്ല വേണ്ടത് എന്നാണ് വാദം. കൂടുതൽ പങ്കാളിത്തത്തോടെയുള്ളതുമായ ഒരു സമീപനമാണ് ആവശ്യം. അതായത് ഈ പറഞ്ഞ പോലെ JAPയെ ശക്തിപ്പെടുത്തുക, തെരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് പോലീസിനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കീഴിലാക്കുക. അതുപോലെ പോലീസ്, കേന്ദ്രസേന, പിന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇവർക്കിടയിൽ ഒരു നല്ല സഹകരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലപ്രദമായ ഒരു തീവ്രവാദ വിരുദ്ധ തന്ത്രമെന്നും സമാധാനം കൊണ്ടുവരാൻ നല്ലതെന്നും ലേഖനം സമർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോ ജമ്മു കശ്മീരിലെ ഈ സങ്കീർണമായ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ ഈ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കേവലം സുരക്ഷ എന്നതിനപ്പുറം ജനാധിപത്യം, ജനപങ്കാളിത്വം, പ്രാദേശികമായ അറിവ്, ഇതിനെല്ലാം എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇതോർമ്മിപ്പിക്കുന്നുണ്ട്. ശരിക്കും സുരക്ഷയും ജനാധിപത്യ അവകാശങ്ങളും എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകാം എന്നതെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? ശരി, ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയത്തിലെ വിരമിക്കൽ പ്രായം എന്ന വിഷയമാണ്. ഈയിടെ RSS മേധാവി മോഹൻ ഭാഗവത് 75 വയസ്സിൽ നേതാക്കൾ സ്ഥാനമൊഴിയണം എന്ന് പറഞ്ഞതോടെ ഈ ചർച്ച വീണ്ടും സജീവമായി, അല്ലേ? അതെ അതെ, ഇതെപ്പോഴും ഇങ്ങനെ ഉയർന്നുവരുന്നൊരു വിഷയമാണ്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഇതെവിടെയൊക്കെ കണക്ട് ചെയ്യാം? ശരിയാണ്. പ്രിലിംസ് ലെവലിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, അതിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ, അവിടെയൊക്കെ ഇത് വരും.
പിന്നെ മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2. അതിൽ ജനപ്രാതിനിധ്യ നിയമം, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, പിന്നെ ഈ പ്രഷർ ഗ്രൂപ്പുകൾ. സമ്മർദ്ദ ഗ്രൂപ്പുകൾ. അതെ. അതുപോലെ GS പേപ്പർ 4 എത്തിക്സ് പേപ്പറിൽ ഉത്തരവാദിത്തമുള്ള ഭരണം എന്നൊരു ഭാഗം വരുന്നുണ്ട്. അവിടെയും ഇത് പ്രസക്തമാണ്. ഓക്കേ, എസ്എ പേപ്പറിലും ഉപയോഗിക്കാമല്ലേ? ആ, ജനാധിപത്യം, നേതൃത്വം, യുവജന രാഷ്ട്രീയം. തീർച്ചയായും എസ്സേക്കും നല്ലൊരു പോയിന്റാണിത്. നമ്മൾ കുറച്ച് ലേഖനങ്ങൾ നോക്കിയപ്പോ അതിൽ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഒന്നാമത്തെ ലോക്സഭ മുതൽ ഇന്നു വരെയുള്ള കണക്ക് നോക്കിയാൽ എംപിമാരുടെ ശരാശരി പ്രായം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ശരിയാണ്. യുവ എംപിമാർ കുറയുന്നു, പ്രായമായവർ കൂടുന്നു. അതെ. പക്ഷേ അവിടെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിലെ പ്രകടനത്തിന്റെ കാര്യം വരുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ള എംപിമാർക്ക് ഹാജർ കൂടുതലാണ്. ഓ, അങ്ങനെയാണോ? അതെ, അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ ചില ഡേറ്റ കാണിക്കുന്നുണ്ട്. അപ്പോ പ്രായം കൂടിയാൽ കാര്യക്ഷമത കുറയുമെന്നൊരു പൊതുധാരണയുണ്ടല്ലോ. ആ ധാരണ ഇത് കുറച്ചൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? അതെ. പക്ഷേ ഇതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ഈ ലേഖനങ്ങളൊക്കെ പറയുന്ന ഒരു പ്രധാന പ്രശ്നം പ്രായമായ നേതാക്കൾ സ്വാഭാവികമായും അടുത്ത തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കാൻ ചിലപ്പോൾ ഒരു മടി കാണിക്കുന്നു എന്നതാണ്. അതെ. പാർട്ടിയുടെ നിയന്ത്രണവും പിന്നെ ഈ സാമ്പത്തിക സ്രോതസ്സുകളും ഒക്കെ പലപ്പോഴും മുതിർന്ന നേതാക്കളുടെ കയ്യിലായിരിക്കും. അതെ, അതൊരു അധികാര കേന്ദ്രീകരണത്തിലേക്ക് പോകുന്നു. അതെ, അത് യുവനേതാക്കൾക്ക് വളർന്നു വരാനൊരു തടസ്സമാകുന്നു എന്നൊരു വാദമുണ്ട്. ശരിയാണ്. എന്നാൽ മറ്റേ വാദം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായം മാത്രമാണോ പ്രശ്നം? ആരോഗ്യവും മാനസികമായ കഴിവുമല്ലേ പ്രധാനം? അതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ചർച്ചയിൽ വരുന്ന ചില വാക്കുകൾ, ടെക്നിക്കൽ ടേംസ് എന്ന് പറയാവുന്നത് ഒന്ന് പരിചയപ്പെടുത്താമോ? ജെറന്റോക്രസി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ജെറന്റോക്രസി. അത് ലളിതമായി പറഞ്ഞാൽ പ്രായമായവർ ഭരണം നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സംഘടന ഭരിക്കുന്നത് മുതിർന്ന പൗരന്മാരാണെങ്കിൽ അതിനെ ജെറന്റോക്രസി എന്ന് പറയാം. ഓക്കേ. പിന്നെ ടേം ലിമിറ്റ്സ്, അതായത് സമയപരിധി. ഒരു പദവിയിൽ എത്ര കാലം ഇരിക്കാം എന്നതിനൊരു നിയന്ത്രണം. അമേരിക്കൻ പ്രസിഡന്റിനൊക്കെയുള്ള പോലെ. അതെ, അവിടെ 2 ടേം. പക്ഷേ ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അങ്ങനെയൊരു ലിമിറ്റില്ല. ശരിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം, ഇൻട്രാ പാർട്ടി ഡെമോക്രസി. അതെന്താണ്? അതായത് പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാരെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു, അധികാര കൈമാറ്റം എത്രത്തോളം ജനാധിപത്യപരമാണ് എന്നുള്ളത്. പല ഇന്ത്യൻ പാർട്ടികളിലും ഇതിനൊരു കുറവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ നമുക്ക് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിലേക്ക് വരാം. ഇന്ത്യയുടെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം യുവാക്കളാണ്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രായമായവരുടെ ഒരു ആധിപത്യം കാണുന്നു. ഇത് തമ്മിലൊരു പൊരുത്തക്കേടില്ലേ? അതൊരു വലിയ ചോദ്യമാണ്. ശരിക്കും ജനങ്ങളുടെ ശരാശരി പ്രായവും അവരെ ഭരിക്കുന്നവരുടെ ശരാശരി പ്രായവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇന്ത്യയിൽ. ഇത് ഭരണകർത്താക്കളും ജനങ്ങളും തമ്മിൽ ഒരു അകൽച്ചയുണ്ടാക്കുന്നുണ്ടോ? നയരൂപീകരണത്തെ ഇത് ബാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. കുടുംബവാഴ്ച രാഷ്ട്രീയം ഇതിനെ കൂടുതൽ വഷളാക്കുന്നുണ്ടോ? തീർച്ചയായും. കുടുംബവാഴ്ച വരുമ്പോൾ യുവനേതാക്കളെന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ ഒരു പ്രിവിലേജ്ഡ് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരിക്കും. പുറത്തുനിന്നുള്ള സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടാൻ ഇത് തടസ്സമാകുന്നുണ്ട്. അപ്പോ ഈ വിരമിക്കൽ പ്രായം വേണം എന്ന് പറയുന്നവരുടെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണ്? 1. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടും, പുതിയ ആശയങ്ങൾ വരും. 2. ഈ അധികാര കേന്ദ്രീകരണം, അതായത് കുറേ കാലം ഒരേ ആളുകൾ അധികാരത്തിലിരിക്കുന്നത് ഒഴിവാക്കാം. 3. കഴിവുള്ള യുവനേതാക്കൾക്ക് അവസരം കിട്ടും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യവും പറയാറുണ്ടല്ലോ. അതെ, പ്രായമാകുമ്പോൾ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭരണത്തിലൊരു സ്തംഭനാവസ്ഥ വരുന്നത് ഒഴിവാക്കാം. ഇതൊക്കെയാണ് അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ. എന്നാൽ എതിർക്കുന്നവരും കുറവല്ല അവരുടെ വാദങ്ങൾ. പ്രധാനമായും പറയുന്നത് പരിചയസമ്പന്നരായ നേതാക്കളുടെ സേവനം നമുക്ക് നഷ്ടപ്പെടുമെന്നതാണ്. ഇനി പ്രായമല്ല, കഴിവാണ് പ്രധാനം. ഒരാൾ ആരോഗ്യവാനും കാര്യക്ഷമതയുള്ളവനുമാണെങ്കിൽ പ്രായം ഒരു തടസ്സമാകേണ്ടതില്ല. ജനങ്ങളുടെ തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തിൽ ഇത് ഇടപെടലല്ലേ എന്നും ചോദിക്കാറുണ്ട്. അതെ, ആരെ തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അല്ലാതെ നിയമം വഴി പ്രായപരിധി വെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം. പിന്നെ അമേരിക്കയുടെ ഉദാഹരണം നോക്കിയാൽ അവിടെ ടേൺ ലിമിറ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പോഴും പ്രായം കൂടിയ നേതാക്കൾ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സമ്പൂർണ്ണ പരിഹാരമല്ല എന്ന വാദവുമുണ്ട്. അപ്പോ ഒരു സമതുലിതമായ സമീപനം എങ്ങനെയായിരിക്കും?
കർശനമായി ഒരു വിരമിക്കൽ പ്രായം നിശ്ചയിക്കുന്നത് പ്രായോഗികമാണോ? ഒരുപക്ഷെ അത്ര പ്രായോഗികമാകണമെന്നില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമാണ്. അപ്പോ പിന്നെ എന്താണ് ഒരു പോംവഴി? ഒരു വഴി പാർട്ടികൾക്കുള്ളിലെ ജനാധിപത്യം ശക്തിപ്പെടുത്തുക എന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കണം. ശരി. അപ്പോൾ കഴിവുള്ള പുതിയ ആളുകൾക്ക് സ്വാഭാവികമായി മുകളിലേക്ക് വരാൻ പറ്റും. പിന്നെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി പോലുള്ള പ്രധാന പദവികൾക്ക് ഒരു സമയപരിധി, ഒരു ടേം ലിമിറ്റ് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. 2 ടേം അല്ലെങ്കിൽ 3 ടേം എന്നൊക്കെ പോലെ. അതെ, അത് അധികാരത്തിൽ ഒരാൾ ഒരുപാട് കാലം ഇരിക്കുന്നത് ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. അതോടൊപ്പം നേതാക്കളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരു സുതാര്യമായ സംവിധാനം കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും. ഫിറ്റ്നസ് റിപ്പോർട്ട് പോലെ എന്തെങ്കിലും. ഒരു പക്ഷേ. കാരണം പ്രായത്തേക്കാൾ പ്രധാനം ആരോഗ്യവും ആക്റ്റീവായിരിക്കാനുള്ള കഴിവുമാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിയമം കൊണ്ട് ഒരു വര വരച്ച് എല്ലാവരെയും വിരമിപ്പിക്കുന്നതിനേക്കാൾ പാർട്ടികൾ സ്വയം ഒരു മാറ്റത്തിന് തയ്യാറാവുകയും വോട്ടർമാർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൂടുതൽ നല്ലത്, അല്ലേ? ജനങ്ങളിലൂടെയുമാണ്. നിയമങ്ങൾ ഒരു സഹായം മാത്രമാണ്. ശരിയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലെ വിരമിക്കൽ പ്രായം, നേതൃമാറ്റം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പുതിയ ചിന്തകൾ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇത് എളുപ്പമുള്ള ഉത്തരങ്ങളില്ലാത്ത, പക്ഷെ ജനാധിപത്യത്തിൽ എപ്പോഴും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ശരി, അപ്പൊ നമുക്ക് ഈ ചർച്ച എവിടെ നിർത്താം? അടുത്തതായി ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്ത നമുക്ക് വിശകലനം ചെയ്യാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈനയുടെ ഹരിത ഊർജ വിപ്ലവം, ഇന്ത്യക്കുള്ള പാഠങ്ങൾ എന്ന ഈ ലേഖനത്തെക്കുറിച്ചാണ്. ചൈന എങ്ങനെയാണ് ഈ ഒരു റിന്യൂവബിൾ എനർജി രംഗത്ത് ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്തിയത്? പിന്നെ ഇതിൽ നിന്ന് ഇന്ത്യക്ക്, പ്രത്യേകിച്ചൊരു UPSC പരീക്ഷാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ വിഷയം UPSC പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിനെ നോക്കുവാണെങ്കിൽ പരിസ്ഥിതി ഭാഗത്ത് റിന്യൂവബിൾ എനർജി, പിന്നെ എക്കണോമി, അതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സപ്ലൈ ചെയിൻ, BRI, അതുപോലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സയൻസ് ആൻഡ് ടെക്, ഹരിത ഹൈഡ്രജൻ, അങ്ങനെ പലതുമായും ബന്ധമുണ്ട്. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2-ൽ മറ്റ് രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, നയങ്ങളുടെ താരതമ്യം, പിന്നെ GS പേപ്പർ 3-ൽ അടിസ്ഥാന സൗകര്യം, അതായത് ഊർജം, നിക്ഷേപ മാതൃകകൾ, ടെക്നോളജി, ഇതൊക്കെ വരും. വളരെ റെലവൻ്റ് ആണ്. ശരി. അപ്പോൾ ലേഖനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? 2024-ലെ ലോകത്തിലെ ബാക്കി എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നതിനേക്കാൾ കൂടുതൽ കാറ്റാടി യന്ത്രങ്ങളും സോളാർ പാനലുകളും ചൈന ഒറ്റയ്ക്ക് സ്ഥാപിച്ചു എന്ന് പറയുന്നത്, അത് ശരിക്കും അതിശയകരം തന്നെയാണല്ലോ. നിലം ചെയ്യുന്നത് തൊട്ട് പോളിസിലിക്കൺ, ലിഥിയം പോലുള്ളവ, അവിടെ നിന്ന് സോളാർ പാനൽ, കാറ്റാടി യന്ത്രം, ബാറ്ററി നിർമ്മാണം വരെ എല്ലായിടത്തും ചൈനയാണ് മുന്നിൽ. ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു തന്ത്രപരമായ സർക്കാർ പ്ലാനിംഗ് ഉണ്ട്. വെറുതെ സംഭവിച്ചതല്ല. 2024-ൽ മാത്രം ഏകദേശം $940 ബില്യൺ നിക്ഷേപം. അതൊരു ഭീമമായ തുകയാണ്. പ്രധാനമായും അവരെ ഇതിലേക്ക് നയിച്ചത് ഒന്ന് അവിടുത്തെ കടുത്ത വായുമലിനീകരണം, പിന്നെ ഊർജ്ജ സുരക്ഷാ ആശങ്കകളും, അതോടൊപ്പം 2005-ലെ അവരുടെ പുനരുപയോഗ ഊർജ്ജ നിയമം, സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് അഥവാ SOEകളുടെ പങ്ക്, പിന്നെ ഈ BRI വഴി ടെക്നോളജി കയറ്റുമതി ചെയ്യുന്നത്, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. നിങ്ങൾ ഈ വലിയ നിക്ഷേപത്തെക്കുറിച്ചും സർക്കാർ കമ്പനികളുടെ പങ്കിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. പക്ഷെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, തുടക്കത്തില് ഗ്രിഡ് കപ്പാസിറ്റി ഇല്ലാത്തത് കാരണം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം കുറേ പാഴായി പോകുന്നൊരു പ്രശ്നം, എനർജി കർട്ടെയിൽമെന്റ്, അത് അവർ നേരിട്ടിരുന്നു എന്ന്. അത് എങ്ങനെയാണ് അവർ മറികടന്നത്? അവിടെ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ കാര്യങ്ങളുണ്ടാവും, അല്ലേ? വളരെ ശരിയാണ്. ആ എനർജി കർട്ടെയിൽമെന്റ് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു തുടക്കത്തിൽ. ഉൽപ്പാദനം കൂട്ടിയാൽ മാത്രം പോരല്ലോ അത്, ശരിയായ രീതിയിൽ എത്തിക്കണ്ടേ? അപ്പോൾ ചൈന തിരിച്ചറിഞ്ഞു ട്രാൻസ്മിഷൻ ലൈനുകളിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തണമെന്ന്. അതിനായിട്ട് അവർ ഭീമമായ തുക മുടക്കി. ഉൽപ്പാദന സ്ഥലങ്ങളെ ഉപഭോഗ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കാൻ പുതിയ ലൈനുകൾ, അൾട്രാ ഹൈ വോൾട്ടേജ് ലൈനുകളൊക്കെ സ്ഥാപിച്ചു. അപ്പോൾ അതൊരു കോംപ്രിഹെൻസീവ് അപ്രോച്ചായിരുന്നു. ചൈനയുടെ ഈ ഒരു മുന്നേറ്റം കണ്ടിട്ടാണ് അമേരിക്ക പോലും അവരുടെ ഇൻഫ്ലേഷൻ റിഡക്ഷൻ ആക്ട്, IRA പോലുള്ള കാര്യങ്ങളുമായി വന്നത്.
അതായത് ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാനുള്ള നിയമം. ഇവിടെ ഓർത്തിരിക്കേണ്ട ചില കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ റിന്യൂവബിൾ എനർജി സപ്ലൈ ചെയിൻ, പിന്നെ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് SOEs, എനർജി കർട്ടെയിൽമെന്റ്, പിന്നെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ റിഡക്ഷൻ ആക്ട് IRA, ഇവയൊക്കെ പ്രധാനമാണ്. ഓക്കെ. അപ്പോ ഇതിൽ നിന്നൊക്കെ ഇന്ത്യക്ക് എന്ത് പഠിക്കാനാവും നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ? അതെ, അതാണ് പ്രധാനം. മെയിൻസ് പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. ഇന്ത്യക്കും സമാനമായ വെല്ലുവിളികളുണ്ട്. വായുമലിനീകരണം, ഊർജ്ജ സുരക്ഷ, പിന്നെ ഊർജ്ജത്തിന്റെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്കും ബാധകമാണ്. അപ്പോൾ ചൈനയുടെ ആ ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ദീർഘവീക്ഷണം, പിന്നെ വലിയ നിക്ഷേപം കൊണ്ടുവരാനും അത് കൃത്യമായി ഉപയോഗിക്കാനുമുള്ള കഴിവ്, പിന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് PSUs, അവയെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചൈനയുടെ മോഡൽ അതേപോലെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജനാധിപത്യ രീതികൾ, ഫെഡറൽ ഘടന, ഇതൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും അതിൻ്റേതായ സമയമെടുക്കും. പിന്നെ സാമ്പത്തികമായി നോക്കിയാൽ ചൈനയോളം വലിയ നിക്ഷേപം നടത്താനുള്ളൊരു ശേഷി നമുക്ക് ഇപ്പോഴില്ല. അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സപ്ലൈ ചെയിനിൽ പ്രത്യേകിച്ച് സോളാർ പാനൽ, ബാറ്ററി, ഇതൊക്കെ നമ്മളിപ്പോഴും ചൈനയെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ PSUസിന് ചൈനീസ് SOEകളെ പോലെ അത്ര വേഗത്തിൽ അത്ര വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ ചില പരിമിതികളുമുണ്ട്. ശരിയാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് ഇന്ത്യ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഈ പാഠങ്ങളും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം? ഇന്ത്യക്ക് നമ്മുടേതായ ഒരു വഴി കണ്ടെത്തണം. ചൈനയിൽ നിന്ന് പഠിക്കേണ്ടത് പഠിക്കാം, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഈ ഹരിത ഊർജ്ജ വിതരണ ശൃംഖലയിൽ ആത്മനിർഭരത നേടുക എന്നുള്ളത് ഒരു ദേശീയ ലക്ഷ്യമായി കാണണം. അതിന് നമ്മുടെ PSUസിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രോത്സാഹനവും നൽകണം. PLI സ്കീം പോലെയുള്ള പദ്ധതികൾ വഴി ആഭ്യന്തര ഉൽപ്പാദനം, അതായത് സോളാർ, ബാറ്ററി നിർമ്മാണമൊക്കെ ഇവിടെ തന്നെ കൂട്ടണം. അത് വളരെ പ്രധാനമാണ്. ഉൽപ്പാദനം മാത്രം പോരാ, ഗ്രിഡ് നവീകരിക്കണം. പിന്നെ എനർജി സ്റ്റോറേജ്, അതിനും വലിയ പ്രാധാന്യം കൊടുക്കണം, ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ. ഓസ്ട്രേലിയ, US, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളുമായി സഹകരണം കൂട്ടണം, അസംസ്കൃത വസ്തുക്കൾക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈനയുടെ ഈ ഹരിത ഊർജ്ജ രംഗത്തെ മുന്നേറ്റം അത് ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനത്തിന് ചില നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട്, അതോടൊപ്പം ചില മുന്നറിയിപ്പുകളും, അല്ലേ? നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ ഒരു ചോദ്യം. അതിവേഗത്തിലുള്ള ഈ ഹരിത ഊർജ്ജ പരിവർത്തനം, അതിനെ നിലവിലുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ വിതരണ ശൃംഖലയിലെ ആശ്രിതത്വങ്ങളുമൊക്കെ പരിഗണിച്ച് ഇന്ത്യക്ക് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, ബീഹാറിലെ വോട്ടർ പട്ടിക. അതെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ECI, അവിടെ ഒരു പ്രത്യേക പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ചില ഗൗരവമുള്ള ചോദ്യങ്ങൾ ശരിക്കും ഉയർത്തുന്നുണ്ട്. നമുക്കതൊന്ന് വിശദമായി നോക്കാം. പിന്നെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. പ്രിലിംസിന് ഇന്ത്യൻ പോളിറ്റി, ഗവർണൻസ് ഭാഗത്ത് വരും. പ്രത്യേകിച്ച് ECI, പൗരത്വം, പിന്നെ ജനപ്രാതിനിധ്യ നിയമം, അതൊക്കെ. റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട്. അതെ. മെയിൻസിന് GS പേപ്പർ 2-ൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ, വെല്ലുവിളികൾ എന്ന രീതിയിൽ ഇതിനെ കാണാം. തീർച്ചയായും. അപ്പോ എന്താണ് സത്യത്തിൽ ബീഹാറിൽ ഇപ്പോൾ നടക്കുന്നത്? ECI ഒരു പ്രത്യേക തീവ്രമായ പുനഃപരിശോധന, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, SIR എന്ന് പറയും, അത് നടത്താൻ തീരുമാനിച്ചു. ഔദ്യോഗികമായി പറയുന്നത് യോഗ്യരായവരെ ഉൾപ്പെടുത്താനും അയോഗ്യരെ ഒഴിവാക്കാനുമാണിത്. പട്ടിക ശുദ്ധീകരിക്കുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ. അതെ അതെ, ലക്ഷ്യം നല്ലതാണ്. പക്ഷേ അവിടെയാണ് ഒരു ആശങ്ക വരുന്നത്. ഈ തീവ്രമായ പുനഃപരിശോധന എന്ന് പറയുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ, സാധാരണക്കാരുടെ വോട്ടവകാശം ഇല്ലാതാക്കുമോ എന്നതാണൊരു പേടി. കാരണം വർഷങ്ങളായി നിലവിലുള്ളൊരു ലിസ്റ്റാണിത്. ECI തന്നെ പലതവണ പരിശോധിച്ചു ഉറപ്പുവരുത്തിയ പട്ടികയാണ്. ശരിയാണ്. അതിനെ എന്തിനാണ് ഇപ്പോൾ ഇത്ര കർശനമായിട്ട് വീണ്ടും പരിശോധിക്കുന്നത്? അതും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ. അതാണ് ചോദ്യം. എതിർപ്പുകൾ വന്നല്ലോ. അപ്പോൾ ECI പറഞ്ഞു, തിരിച്ചറിയൽ രേഖയൊന്നും ഇല്ലാതെ തന്നെ ഫോം കൊടുക്കാം, BLO മാർക്ക് അത് വാങ്ങാം എന്നൊക്കെ. അത് പറഞ്ഞു. പക്ഷെ അതും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയില്ലേ? അതെ. രേഖകളില്ലാതെ പിന്നെ എങ്ങനെ ഈ BLO മാർ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന ഉദ്യോഗസ്ഥർ, അവരെങ്ങനെ യോഗ്യത ഉറപ്പാക്കും?
അത് തന്നെ. അവസാനം ERO, അതായത് ഇലക്ട്രോൾ രജിസ്ട്രേഷൻ ഓഫീസർ, പുള്ളി എന്തടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും? അവിടെയൊരു വ്യക്തത കുറവുണ്ട്. ശരിയാണ്. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. വോട്ടറാകാനുള്ള യോഗ്യതയും പൗരത്വം തെളിയിക്കലും തമ്മിലുള്ള വ്യത്യാസം. അത് പ്രധാനമാണല്ലോ. വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കേ, അതൊരു വ്യവസ്ഥയാണ്. പക്ഷേ ഒരാൾ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ECI അല്ല. അത് കേന്ദ്ര സർക്കാരും അതിന്റെ നിയമങ്ങളുമൊക്കെയാണ് തീരുമാനിക്കുന്നത്. 1950 ജനപ്രാതിനിധ്യ നിയമം വെച്ച് ECI നോക്കേണ്ടത് പ്രധാനമായും ഈ അപേക്ഷകന് 18 വയസ്സായോ, അയാൾ ആ മണ്ഡലത്തിൽ സാധാരണ താമസിക്കുന്ന ആളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് ECIയുടെ അധികാരപരിധിക്ക് പുറത്താണെന്നാണോ? അങ്ങനെയൊരു വാദം വളരെ ശക്തമായി നിലവിലുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഓർത്തുവയ്ക്കാം. പ്രിലിംസിന് ഉപകാരപ്പെടും. ശരി. 1. വോട്ടർ പട്ടിക അഥവാ ഇലക്ടോറൽ റോൾ. വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ്. ECI ആണ് ഇത് നോക്കുന്നത്. 2. പുനഃപരിശോധന അഥവാ റിവിഷൻ. മരണം, താമസം മാറ്റം ഇതൊക്കെ കാരണം ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. സാധാരണ സമ്മറി റിവിഷനുണ്ട്, സ്പെഷ്യൽ റിവിഷനുണ്ട്. ബീഹാറിലേത് ഈ പറഞ്ഞ SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനാണ്. പിന്നെ ERO, അതായത് ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർ, ലിസ്റ്റിന്റെ ഫൈനൽ അതോറിറ്റി. താഴെത്തട്ടിൽ BLO, ബൂത്ത് ലെവൽ ഓഫീസർ. 4. നമ്മൾ ഈ പറഞ്ഞ പൗരത്വവും വോട്ടർ യോഗ്യതയും. പൗരത്വം അടിസ്ഥാന യോഗ്യതയാണ്, പക്ഷേ അത് നിർണയിക്കുന്നത് സർക്കാരും നിയമങ്ങളുമാണ്. ECI പ്രധാനമായും നോക്കുന്നത് പ്രായം, താമസം പോലുള്ള മറ്റു യോഗ്യതകളാണ്. അപ്പോൾ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതൊരു വെറും ഭരണപരമായ നടപടിയല്ല. ഒരിക്കലുമല്ല. ഇതിന് വലിയ സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതെങ്ങനെയാണ്? പ്രത്യേക സമുദായങ്ങൾ, ഇവരൊക്കെ ഈ പ്രോസസ്സിൽ പുറത്തായി പോകുമോ എന്നൊരു പേടിയുണ്ട്. അസമിലെ NRCയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടല്ലോ. തീർച്ചയായും. ലക്ഷ്യം നല്ലതാണെങ്കിലും അത് നടപ്പാക്കുമ്പോൾ വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ECIയുടെ ലക്ഷ്യം നല്ലതാണ്, അതായത് പട്ടിക ശുദ്ധീകരിക്കുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത കൂട്ടുക, അതൊക്കെ ശരിതന്നെ. അനർഹർ ലിസ്റ്റിൽ വേണ്ട. പക്ഷേ മാർഗം? അതെ, അതിനായി എടുക്കുന്ന വഴി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ? അതാണ് സംശയം. പ്രധാന വിമർശനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ, പറയൂ. 1. ഒരുപാട് പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യത, മാസ് ഡിസെൻഫ്രാഞ്ചൈസ്മെന്റ്. 2. പൗരത്വം നിർണയിക്കാൻ ECI ശ്രമിക്കുന്നു എന്നത് അധികാരപരിധി ലംഘനമാണോ എന്ന ചോദ്യം. ശരി. 3. ഇത്രയും കാലം തങ്ങളുണ്ടാക്കിയ ലിസ്റ്റിൽ ഇത്രയധികം അയോഗ്യരുണ്ടെന്ന് ECI തന്നെ സമ്മതിക്കുന്ന പോലെ ആവില്ലേ ഇത്? അത് സ്വന്തം വിശ്വാസ്യതയെ ബാധിക്കില്ലേ? അതൊരു പോയിന്റാണ്. 4. ഈ നടപടിക്രമങ്ങളിലെ അവ്യക്തത, അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ശരിയാണ്. ഇതൊരു സങ്കീർണമായ അവസ്ഥയാണ്. അപ്പോ എന്താണ് ഒരു പോംവഴി? പട്ടിക ശുദ്ധീകരിക്കുകയും വേണം, ആരുടെയും അവകാശം പോകാനും പാടില്ല. അതെ, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. പട്ടിക ശുദ്ധീകരിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ, അതായത് BLOമാർ വഴിയുള്ള സ്ഥിരം വെരിഫിക്കേഷൻ ഒക്കെ, അത് ശക്തിപ്പെടുത്തുക. ECI അതിന്റെ പ്രധാന ജോലിയിൽ, അതായത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതിൽ ശ്രദ്ധിക്കുക. ഈ പൗരത്വം പോലുള്ള കാര്യങ്ങളിൽ അധികാരം കൈയാളാൻ ശ്രമിക്കാതിരിക്കുക. ശരി. യോഗ്യരായ ഒരാളും പുറത്തുപോകാതിരിക്കാനും അനർഹർ കേറാതിരിക്കാനും ശ്രദ്ധിക്കുന്ന വ്യക്തമായ, സുതാര്യമായ നടപടിക്രമങ്ങൾ വേണം. ആരെങ്കിലും പുറത്തായാൽ അപ്പീൽ പോകാനും വ്യക്തമായ അവസരം വേണം. അതെ. അവസാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ജനങ്ങളിലൊരു ഭയമല്ലല്ലോ ഉണ്ടാക്കേണ്ടത്, വിശ്വാസമല്ലേ? അതെ, വിശ്വാസമാണ് പ്രധാനം. ഒരു ഭരണഘടനാ സ്ഥാപനം അതിന്റെ അധികാരപരിധിയും എടുക്കുന്ന തീരുമാനങ്ങളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങളും എത്ര ശ്രദ്ധിക്കണം എന്നോർമ്മിപ്പിക്കുന്നുണ്ട് ബീഹാറിലെ ഈ സംഭവം. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തു തോന്നുന്നു? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ബീഹാറിലെ ഈ വോട്ടർ പട്ടിക പുതുക്കൽ വിഷയത്തിലുള്ള നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് സ്വച്ഛ് സർവേക്ഷൺ 2024-25 കുറിച്ചാണ്. കേന്ദ്ര സർക്കാരിൻ്റെ
ഏറ്റവും പുതിയ വാർഷിക ശുചിത്വ സർവേയുടെ അതിന്റെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വാർത്തയിലെ വിവരങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രധാന കണ്ടെത്തലുകളും പ്രസക്തിയുമൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും UPSC പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഗവേണൻസ് എന്ന ഭാഗത്ത് പ്രത്യേകിച്ച് നഗരഭരണം, സർക്കാർ നയങ്ങൾ, പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ ഇവയുടെ കീഴിലൊക്കെ വരും. അതുപോലെ പരിസ്ഥിതിയുടെ ഭാഗത്തും വരും. ഖരമാലിന്യ സംസ്കരണം, ശുചിത്വം, പിന്നെ ദേശീയ പ്രാധാന്യമുള്ള സമകാലിക സംഭവങ്ങളിലും ഇത് പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ശരി. അപ്പോൾ ഈ വർഷത്തെ സർവേ, അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? റാങ്കിങ്ങുകളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? പ്രധാനമായിട്ടും ഒരു പുതിയ വിഭാഗം തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം. 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് വേണ്ടി സ്വച്ഛ് ഷഹർ, അതായത് ശുചിത്വ നഗരം എന്ന പേരിൽ. അതിൽ അഹമ്മദാബാദാണ് 1ാം സ്ഥാനത്തെത്തിയത്. അഹമ്മദാബാദ്. അപ്പൊ അതൊരു പുതിയ കാറ്റഗറിയാണല്ലേ? അതെ, പുതിയതാണ്. ഭോപ്പാലും ലക്നൌവുമാണ് തൊട്ടു പിന്നാലെയുള്ളത്. ഇത് വലിയ നഗരങ്ങളിലെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ഊർജം നൽകാൻ സാധ്യതയുണ്ട്. അഹമ്മദാബാദ് ഒന്നാമതെത്തിയത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഇതിൽ പുതിയ വിഭാഗമാണെന്ന് പറയുമ്പോൾ. ഈ പുതിയ വിഭാഗത്തിന് മുൻവർഷങ്ങളിലെ റാങ്കിങ്ങിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടായിരുന്നോ? അതോ നിലവിലുള്ളവയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തതാണോ? പുതിയ വിഭാഗമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാന മാനദണ്ഡങ്ങൾ സമാനമാണ്. പക്ഷെ വലിയ നഗരങ്ങളിലെ വെല്ലുവിളികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ സൂപ്പർ സ്വച്ഛ് ലീഗ് എന്നൊരു പുതിയ ആശയവും വന്നിട്ടുണ്ട്. അതെ, അതെന്താണ്, ഒരു ലീഗ് പോലെയാണോ? ഒരു തരത്തിൽ അതേയെന്നു പറയാം. ശുചിത്വത്തിൽ സ്ഥിരതയാർന്ന ഒരു മികവ് പുലർത്തുന്ന നഗരങ്ങളെ അംഗീകരിക്കാനാണിത്. അതായത് മുൻവർഷങ്ങളിൽ തുടർച്ചയായി നല്ല പ്രകടനം കാഴ്ചവെച്ച ഇൻഡോർ, സൂറത്ത്, നവി മുംബൈ അങ്ങനെയൊരു 23 നഗരങ്ങൾ ഈ ലീഗിലുണ്ട്. ഓക്കെ, അപ്പോൾ സ്ഥിരതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുന്നത് മറ്റു നഗരങ്ങൾക്കും ഒരു പ്രചോദനമാകും. കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഗംഗാ ടൗണായി പ്രയാഗ്രാജ് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ബെസ്റ്റ് കണ്ടോൺമെന്റ് ബോർഡായിട്ട് സെക്കന്ദ്രാബാദും. ശരി ശരി. പിന്നെ ഈ ശുചീകരണ തൊഴിലാളികളുടെ കാര്യം, അവരുടെ സുരക്ഷ ഈ സർവേയിൽ ഒരു പ്രധാന ഘടകമായിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായും അതൊരു വളരെ നിർണായകമായ കാര്യമാണ്. അതിനുവേണ്ടി ബെസ്റ്റ് സഫായി മിത്ര സുരക്ഷിത് ഷഹർ എന്നൊരു പുരസ്കാരം തന്നെയുണ്ട്. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അവരുടെ അന്തസ്സ്, തൊഴിൽ സാഹചര്യങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുന്ന നഗരങ്ങൾക്കാണ് ഈ അംഗീകാരം. ആർക്കൊക്കെയാണ് കിട്ടിയത്? വിശാഖപട്ടണം, ജബൽപൂർ, ഗോരഖ്പൂർ അങ്ങനെയുള്ള നഗരങ്ങൾ ഈ വിഭാഗത്തിൽ മുന്നിലെത്തി. ഇത് വെറുമൊരു റാങ്കിംഗ് മാത്രമല്ല, മനുഷ്യന്റെ അന്തസ്സിന് പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹിക മാറ്റം കൂടിയാണ് ശരിക്കും. ശരിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഈ വർഷത്തെ സർവേ കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനശ്ചംക്രമണം ചെയ്യുക, അതായത് 3R തത്വം, അതിന് വലിയ ഊന്നൽ നൽകിയെന്ന് കാണുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്ന ഈ ആശയം എങ്ങനെയാണ് ഈ സർവേയുടെ ഭാഗമായി വരുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഇതിന്റെ പ്രാധാന്യം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഈ 3R തത്വത്തിന് നൽകുന്ന ഊന്നൽ ശരിക്കും പറഞ്ഞാൽ സർക്യുലർ ഇക്കോണമി എന്ന വലിയൊരു ആശയത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഈ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന രീതിയുണ്ടല്ലോ, അതിനോട് വിട പറഞ്ഞിട്ട് വിഭവങ്ങൾ പാഴാക്കാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, അതിന് മൂല്യവർദ്ധനവ് നടത്തുക, ആ ഒരു രീതിയിലേക്ക് മാറുക. ഓക്കേ. മാലിന്യത്തെ ഒരു ബാധ്യതയായിട്ടല്ല, മറിച്ച് ഒരു വിഭവമായിട്ട്, വേസ്റ്റ് ടു വെൽത്ത് എന്ന് പറയില്ലേ, ആ ഒരു സമീപനമാണിത്. സുസ്ഥിര വികസനത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. ഈ 3R തത്വമൊക്കെ കടലാസിൽ കേൾക്കാൻ നല്ലതാണ്. പക്ഷെ ഒരു നഗരം മുഴുവൻ ഇത് നടപ്പാക്കുക എന്നത് അത് വലിയൊരു വെല്ലുവിളിയല്ലേ? പ്രത്യേകിച്ച് ജനങ്ങളുടെ പങ്കാളിത്തം, പിന്നെ അവരുടെ ശീലങ്ങളിലെ മാറ്റമൊക്കെ ഉറപ്പാക്കുന്നതിൽ. നിശ്ചയമായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സർവേ പോലുള്ള സംവിധാനങ്ങളിലൂടെ നഗരങ്ങളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. നയപരമായ പിന്തുണ മാത്രം പോരാ, ജനകീയ പങ്കാളിത്തം ഇതിന് വളരെ അനിവാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു നഗരം ഒരു പുരസ്കാരം എന്നൊരു തത്വമുണ്ട്. അതനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നഗരങ്ങളെ പ്രോമിസിംഗ് സ്വച്ഛ് ഷഹേഴ്സ് ആയും അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ,
ഇത് പ്രാദേശിക തലത്തിലുള്ള ഒരു മത്സരവും പ്രോത്സാഹനവും ഉറപ്പാക്കാൻ സഹായിക്കും. കൊള്ളാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ UPSC പ്രിലിംസിനായി തയ്യാറെടുക്കുന്ന ഒരാൾ ഈ വിഷയത്തിൽ നിന്ന് എന്തൊക്കെ പ്രധാന ആശയങ്ങളാണ് ഓർത്തുവെക്കേണ്ടത്? തീർച്ചയായും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1. സ്വച്ഛ് സർവേക്ഷൺ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ നഗര ശുചിത്വ സർവേയാണ്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം, അതായത് MoHUA ആണ് നടത്തുന്നത്. ഇത് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ SBMU ന്റെ ഭാഗമാണ്. പ്രധാനമായും നഗരങ്ങൾക്കിടയിൽ ഒരു ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ശരി. 2. സ്വച്ഛ് ഭാരത് മിഷൻ SBM. ഇത് 2014 തുടങ്ങിയ ഒരു ദേശീയ ക്യാമ്പയിനാണ്. പ്രധാന ലക്ഷ്യങ്ങൾ വെളിയിട വിസർജന മുക്തി, ODF, പിന്നെ ഖരമാലിന്യ സംസ്കരണം SWM. ഇതിന് നഗരം, അർബൻ, ഗ്രാമീൺ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സർവേക്ഷൻ ഇതിലെ അർബൻ ഘടകവുമായി ബന്ധപ്പെട്ടതാണ്. 3. മൂന്നാർ തത്വവും സർക്കുലർ ഇക്കോണമിയും. അതായത് മാലിന്യം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനഃചംക്രമണം ചെയ്യുക. ഇത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി SDGs ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുന്ന സർക്കുലർ ഇക്കോണമി എന്ന ആശയം ഇവിടെ ഓർത്തുവെക്കണം. 4. സഫായി മിത്ര സുരക്ഷിത് ഷഹർ. ഇത് അപകടകരമായ മാൻഹോൾ ശുചീകരണം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി യന്ത്രവൽകൃത ശുചീകരണം പ്രോത്സാഹിപ്പിക്കുന്നു. തൊഴിലാളികളുടെ സുരക്ഷ, ആരോഗ്യം, അവരുടെ അന്തസ്സ് എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. വളരെ വ്യക്തമായി. അപ്പോ സ്വച്ഛ് സർവേക്ഷൻ 2024-25 ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളും അതിന്റെ പ്രസക്തിയും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഈ റാങ്കിങ്ങുകളും പുരസ്കാരങ്ങളുമൊക്കെ തീർച്ചയായും നമ്മുടെ നഗരങ്ങളെ കൂടുതൽ ശുചിത്വമുള്ളതാക്കാൻ പ്രേരിപ്പിക്കും എന്ന് കരുതാം. എന്നാൽ യഥാർത്ഥ ശുചിത്വം എന്നത് ഈ സർവേ ഫലങ്ങൾക്കപ്പുറം നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒന്നല്ലേ? അതെങ്ങനെ സാധ്യമാക്കാമെന്നത് നിങ്ങൾക്കും ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോ നഗരശുചിത്വവും ഭരണവും സംബന്ധിച്ച ഈ ഒരു ചർച്ചയിൽ നിന്ന് ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശ്രദ്ധ തിരിക്കാം. നമസ്കാരം. ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്ത നമുക്കിന്ന് വിശദമായി പരിശോധിക്കാം. ഇന്ത്യയുടെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലേ? തീർച്ചയായും, വളരെ പ്രധാനം. പ്രത്യേകിച്ച് പ്രിലിംസിലെ സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത്. പ്രതിരോധ സാങ്കേതിക വിദ്യ, മിസൈൽ സിസ്റ്റംസ്, പിന്നെ കറന്റ് ഈവൻസ്, അതിലൊക്കെ ഇത് വരും. ശരി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആകാശ് പ്രൈം മിസൈലിന്റെ കാര്യത്തിലേക്ക് കടക്കാം. കരസേന ലഡാക്കിൽ പരീക്ഷിച്ചു എന്നത് വലിയ വാർത്തയായിരുന്നല്ലോ. അതെ. അത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ DRDO, തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആകാശ് പ്രൈം. കിഴക്കൻ ലഡാക്കിൽ ഏകദേശം ഒരു 15,000 അടിക്ക് മുകളിൽ വെച്ചാണ് ഈ പരീക്ഷണം നടന്നത്. 15,000 അടി. അത് ശ്രദ്ധേയം തന്നെ. എന്താണ് ഈ ആകാശിന്റെ അടിസ്ഥാനപരമായ റോൾ? ആകാശ് എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ച്, അതായത് ഇടത്തരം ദൂരപരിധിയുള്ള സർഫസ് ടു എയർ മിസൈലാണ്. SAM എന്ന് പറയും. ഭൂതല വ്യോമ മിസൈൽ. ശരി. അപ്പോൾ ഈ പ്രൈം എന്ന് ചേർക്കുമ്പോൾ എന്താണ് വ്യത്യാസം പഴയ ആകാശിൽ നിന്ന്? നല്ല ചോദ്യം. ഈ പ്രൈം പതിപ്പ് കൂടുതൽ കൃത്യതയുള്ളതാണ്. പിന്നെ പ്രധാനമായും ഉയർന്ന പ്രദേശങ്ങളിൽ, അതും ഈ ലഡാക്ക് പോലത്തെ അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളിലും നന്നായി പ്രവർത്തിക്കാൻ ഇതിനു ശേഷി കൂട്ടിയിട്ടുണ്ട്. ഓഹോ. ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും തകർക്കാനും പറ്റും. ഇതിനൊരു തദ്ദേശീയ റഡാർ സിസ്റ്റമുണ്ട്, രാജേന്ദ്ര. അതും പ്രധാനമാണ്. ശരി. അപ്പോൾ ആകാശ് ഒരു എയർ ഡിഫൻസ് മിസൈലാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില പരീക്ഷണങ്ങളും നടന്നല്ലോ, ഭൂതല മിസൈലുകൾ. നടന്നു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ്, പൃഥ്വി 2, പിന്നെ അഗ്നി 1. ഇവ രണ്ടും ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. പൃഥ്വി, അഗ്നി, ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായ പേരുകളാണ്. ഈ പരീക്ഷണങ്ങൾ ആരാണ് നടത്തിയത്? DRDO തന്നെയാണോ? അല്ല, ഈ പരീക്ഷണങ്ങൾ നടന്നത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ SFCയുടെ മേൽനോട്ടത്തിലാണ്. പൃഥ്വി, അഗ്നി എന്നിവ രണ്ടും സർഫസ് ടു സർഫസ് മിസൈലുകളാണ്. SSM, ഭൂതല മിസൈലുകൾ. SFC,
സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്, അതിന്റെ പ്രാധാന്യം എന്താണ്? SFCക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിന്റെ ഒരു ഓപ്പറേഷണൽ കൺട്രോൾ അവർക്കാണ്. പൃഥ്വി 2 ആണെങ്കിൽ വ്യോമസേന ഉപയോഗിക്കുന്നതാണ്. അഗ്നി 1 എന്നത് അഗ്നി സീരീസിലെ ആദ്യത്തേതും. ഇവ രണ്ടും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളവയാണ്. ഓ, അപ്പോ SFCയുടെ മേൽനോട്ടം എന്നത് ഇതിനൊരു സാധാരണ ടെസ്റ്റിങ്ങിനപ്പുറം ഒരു സ്ട്രാറ്റജിക് പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. SFC പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി തലവനായ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി NCAക്ക് കീഴിലാണ്. അപ്പോൾ SFC നടത്തുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ ഒരു റെഡിനെസ് അതിന്റെ ഭാഗമാണ്. മനസ്സിലായി. ഇനിയിപ്പോൾ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഓർക്കാൻ പറ്റിയ ചില അടിസ്ഥാന കാര്യങ്ങൾ കൂടി പറയാമോ, ഈ മിസൈലുകളുമായി ബന്ധപ്പെട്ട്? ഉറപ്പായും ഏറ്റവും പ്രധാനം IGMDP ആണ്, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രോഗ്രാമാണ് ഇന്ത്യയുടെ മിസൈൽ ശേഷിക്ക് അടിത്തറയിട്ടത്. അതിലൂടെയല്ലേ ഈ പ്രധാനപ്പെട്ട 5 മിസൈലുകൾ വന്നത്? അതെ, പൃഥ്വി, അഗ്നി, ത്രിശൂൽ, നാഗ്, ആകാശ്. നമുക്ക് പാറ്റ്ന എന്ന് ഓർത്തുവെക്കാം. PATNA. ഓ, അത് കൊള്ളാമല്ലോ, പാറ്റ്ന. എളുപ്പമുണ്ട്. പിന്നെ ഈ മിസൈലുകളുടെ തരംതിരിവ്. ആകാശ് ഒരു സാം, അതായത് സർഫസ് ടു എയർ. പൃഥ്വിയും അഗ്നിയും SSM, സർഫസ് ടു സർഫസ്. ഈ വ്യത്യാസം ഓർക്കണം. ഒന്ന് വ്യോമ പ്രതിരോധത്തിന്, മറ്റേത് ഭൂതല ലക്ഷ്യങ്ങൾക്ക്. ശരിയാണ്, ആ വ്യത്യാസം പ്രധാനമാണ്. അപ്പം ഈ അടുത്ത നടന്ന ആകാശ് പ്രൈം, പൃഥ്വി 2, അഗ്നി 1 പരീക്ഷണങ്ങൾ നമ്മുടെ തദ്ദേശീയ പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ്. പിന്നെ അതിന്റെ തന്ത്രപരമായ പ്രാധാന്യവും നമ്മൾ കണ്ടു. UPSC പരീക്ഷയ്ക്ക് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലായി. അതെ, ഈ തുടർച്ചയായ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ ഡിഫൻസ് സ്ട്രാറ്റജിക്ക് നൽകുന്നൊരു കോൺഫിഡൻസ് എന്താണ്, ഭാവിയിലെ ഡെവലപ്മെന്റ്സ് എന്താവാം എന്നൊക്കെ നിങ്ങൾ സ്വന്തമായി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നാളെ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.